ഹലോ ഹായ് കൂട്ടുകാരെ, നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് കേട്ടോ വിശ്വസിക്കുന്നത്. പിന്നെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു, കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ചെറുതല്ല, വലിയൊരു പണി കിട്ടിയിട്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ എന്നോട് വന്നിട്ട് പിന്നെ ഒരു കുട്ടി, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി വന്നിട്ട് ചോദിച്ചു, ആൻറ്റി ഞാനും ആൻറ്റീൻ്റെ കൂടെ ചാനലിൽ കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ, നമുക്കതിലൊരു പ്രശ്നം ഉണ്ടായില്ല. നമ്മൾ നല്ലോണം വിശ്വസിച്ച് നമ്മൾ ആളെ കൂട്ടി കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ കുറച്ച് ദിവസമൊക്കെ പോയി. അപ്പോൾ പോയി കഴിഞ്ഞപ്പം ആൾക്ക് തന്നെ ചാനൽ തുടങ്ങണം, വീഡിയോസ് ഇടണം എന്നുള്ളതൊക്കെയായി. അപ്പം നമുക്കതിൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഓക്കെ ആക്കി അവർക്ക് ചാനൽ തുടങ്ങും. നമ്മൾ ചാനൽ തുടങ്ങുന്ന കാര്യം എല്ലാം സെറ്റാക്കി പറഞ്ഞൊക്കെ കൊടുത്ത് എല്ലാം ഇതായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനൽ കണ്ടിട്ട് തന്നെ എല്ലാം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇമെയിൽ ഐ ഡി കാര്യങ്ങൾ ഫുള്ള്, പാസ്വേഡ്, ഇമെയിൽ ഐ ഡി സംഭവങ്ങൾ ഫുള്ള് കുട്ടിക്ക് അറിയായിരുന്നു. കാരണം ഒന്നിച്ചിരുന്നായിരുന്നു ചെയ്തിരുന്നത്. ആ കുട്ടി വീട്ടിൽ ചെന്നിട്ട് ആ കുട്ടീൻ്റെ ഫോണിൽ എൻ്റെ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. ഇപ്പം എൻ്റെ എല്ലാ സംഭവങ്ങളും ബ്ലോക്കായിട്ടിരിക്കുക. ഇമെയിൽ ഐ ഡി എനിക്കറിയത്തില്ല, ഈ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് സത്യത്തിൽ എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പം ആണെങ്കിൽ നമ്മുടെ ചാനലിൽ അത്യാവശ്യം എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്, സപ്പോർട്ടുണ്ട്. വെച്ചാൽ സബ്ബൊക്കെ കയറി വരുന്നുണ്ടായിരുന്നു. ചെറിയ ചാനലാണ്, സബ്ബൊക്കെ കയറി വരുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാ വീഡിയോസും 400-500ൻ്റെ ഇടയ്ക്ക് നിന്നു പോവുകയാണ്. അപ്പം 1-2 പ്രാവശ്യം ഞാനിപ്പോൾ അറിയുന്ന ഒരു യൂട്യൂബറിൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി, മൊബൈൽ കടയിൽ അവിടെ ഇങ്ങനെ കൊണ്ടുപോയി നോക്കിയപ്പോൾ ഒരു പറയണത് എന്താ വെച്ചാൽ, ഇത് ശരിക്ക് ഈ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്, അതാണ് അവർക്ക് കൊടുത്തത്, അവർക്ക് ആ ഇമെയിൽ ഐ ഡി കൊടുത്തത് ഒരു മണ്ടത്തരായി പോയി ചേച്ചി എന്ന് പറഞ്ഞു. എന്നാലും ഒന്ന് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. നമ്മൾ ഇത്രയും ദിവസമൊക്കെ നോക്കുമ്പോഴും അതിലൊരു മാറ്റവും ഇല്ല. എത്ര നല്ല വീഡിയോ ഇട്ടാലും, വലിയ മെച്ചെന്നല്ല പറയണേ, എത്ര നല്ല വെച്ചാൽ നമുക്ക് മനസ്സിന് ഇതായ വീഡിയോസ് ഇട്ടാലും മുന്നോട്ട് അങ്ങ് പോണില്ല. അപ്പം എന്താണ് കാണിച്ചത് എന്നുള്ളത് അറിയത്തില്ല. എനിക്കിതിനെപ്പറ്റി കൂടുതൽ അറിവില്ല. സത്യത്തിൽ ഫോണിനെ കുറിച്ചുള്ള കൂടുതൽ അറിവില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കണ കുട്ടിയാന്ന് ഓർക്കണം കേട്ടോ. ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കണ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടീൻ്റെയും ആ വീട്ടിലെ പണിക്കാരൻ്റെയും, ഞാൻ പേര് പറയണില്ല, 2ആളുടെയും ഫോട്ടോ നമ്മുടെ അനലറ്റിക്സ് സ്റ്റുഡിയോയിൽ തുറന്നു നോക്കിയപ്പോൾ അത് കയറി പോയി നോക്കിയപ്പോൾ ആ ഷോപ്പിൽ നിന്ന് ഇപ്പം 2 പേരുടെയും ഫോട്ടോ വെച്ചിട്ടുള്ള ആ ഐ ഡി കണ്ടു. വേറെ എത്രയോ യൂട്യൂബേഴ്സ് നമ്മുടെ ഇതിൽ പിന്നെ കാണുന്നുണ്ട്, സബ് ചെയ്തിട്ടുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ വേറെ ആരുടെ ഫോട്ടോ ഇല്ല. ഇവരുടെ 2 പേരുടെയും ഫോണിൽ നിന്നുള്ള ഫോട്ടോസ് കണ്ടു. ഇന്നും കൂടെ പോയി നോക്കി. അപ്പോൾ അവർ പറയണേ ഈ ഫോണുകളിൽ നിന്ന് എന്തോ ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അപ്പോൾ ആ 2 പേരും ഇതാണ്, ഇപ്പോൾ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യവും ഇല്ല, നിങ്ങൾക്ക് ഒരു മെച്ചവും ഉണ്ടാവില്ല എന്നാണ് പറയണത്. അപ്പം എന്താണേലും നമ്മളൊരു ചാനൽ തുടങ്ങുമ്പോൾ ജസ്റ്റ് നമ്മൾ കുറേ കാര്യങ്ങൾ പ്രതീക്ഷിക്കുമല്ലോ. ഒരുപാടൊന്നും പ്രതീക്ഷിച്ചില്ലെങ്കിലും കുറച്ചെങ്കിലും നമ്മൾ കാര്യങ്ങൾ പ്രതീക്ഷിക്കുമല്ലോ. അപ്പം അങ്ങനെ ചെറിയൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളും ഇത് തുടങ്ങിയത്. അപ്പം ഞാനിപ്പോൾ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും വേറൊരു ചാനൽ തുടങ്ങുകയാണ്. എനിക്ക് ഇതുവരെയുള്ള എല്ലാവരുടെ സപ്പോർട്ടും മുന്നോട്ട് ഇതുവരെ കിട്ടിയ പോലെ മുന്നോട്ടും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ പറയുന്നത്, നമുക്ക് ഒരാളെ പിന്നെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കരുത്, അത്രയേ ഉള്ളൂ. ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി. നമ്മൾ കൂട്ടത്തിൽ നടന്നിട്ട് നമ്മുടെ കൂടെ നമ്മളെ ചതിക്കുക എന്ന് പറയുമ്പോൾ, പിന്നെ അതും വീട്ടുകാരല്ല, ഒരച്ഛനും അമ്മയല്ല ചെയ്തത്. അവർക്കറിയത്തില്ല, അതെനിക്കറിയാം. അവർക്കൊരു ഫോണിനെ കുറിച്ചോ കാര്യങ്ങളെക്കുറിച്ചോ ഒരു അറിവും ഇല്ലാത്ത ആളാണ് അവരുടെ അമ്മയൊക്കെ. പക്ഷേ ഈ കുട്ടി എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഇത്രയൊക്കെ ഫോണിനെ കുറിച്ച് അറിവുണ്ടാവും എന്നുള്ളത് സ്വപ്നത്തിൽ വിചാരമില്ലാത്തൊരു കാര്യമാണ്. അപ്പം ജയിക്കുന്നവർ ജയിക്കട്ടെ. അവരേതോ ഒരു ചാനൽ തുടങ്ങിയിരുന്നു, അത് കൊണ്ടുപോകുന്നുണ്ടോ മുന്നോട്ടുണ്ടോ ഒന്നും അറിയത്തില്ല. നല്ലോണം പോട്ടെ, കുഴപ്പമില്ല, അതിലെനിക്ക് പ്രശ്നമില്ല. വെച്ചാൽ നല്ല രീതിക്ക് പോവട്ടെ.
അവരുടെ ഫാമിലി എന്നുവെച്ചാൽ ചെറുതായിട്ട് 3-4 മക്കളൊക്കെ ഉണ്ട് അതിൻ്റെ താഴോട്ട്. അപ്പം അതൊക്കെ ഒന്ന് എന്താ പറയുക മെച്ചമായി കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, നമുക്കതിൽ പ്രശ്നമില്ല. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതുവരെയുള്ള സപ്പോർട്ട് മുന്നോട്ടും എനിക്ക് തരണം എന്നുള്ളതാണ്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇത് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. താങ്ക് യു.